വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. അപ്പൊ LGS എക്സാം ഒക്കെ കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് അല്ലെ, സെക്കൻഡ് സ്റ്റേജ് ക്യാൻസൽ ആക്കി. ഇനിയും അപ്പൊ 3 സ്റ്റേജും കൂടി എഴുതാനുള്ള കുട്ടികൾ ബാക്കിയുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എക്സാം നല്ല രീതിയിൽ നമ്മൾ എന്താ ചെയ്തത്, ഫസ്റ്റ് സ്റ്റേജ് എക്സാമിന്റെ ക്വസ്റ്റ്യനും ആൻസറും ഒന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം നമ്മൾ അതിന്റെ കട്ട് ഓഫ് മാർക്ക് ഏകദേശം എത്രയാന്ന് പറഞ്ഞു അല്ലെ. ഇനി നല്ല രീതിയിൽ നിങ്ങൾ ഈ ഓപ്ഷൻസ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ ഒരു പഠനം നടത്താം. അപ്പോ ആ ആൻസർ വെച്ചിട്ട് ഒരു പഠനം നടത്തുമ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് വളരെയധികം അത് ഉപകാരപ്രദമാകും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ക്ലാസ്. അപ്പോ ഒറ്റയടിക്ക് നമ്മൾ 100 ചോദ്യങ്ങളൊന്നും ഇവിടെ പറയണില്ല, ഒരു 5-8 ചോദ്യങ്ങൾ. പക്ഷെ അത് പഠിക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ്. ലോഹങ്ങളുടെ രാജാവ് ഏതാണ്? സ്വർണത്തെയാണ് നമ്മൾ ലോഹങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് അല്ലെ. ഇതൊരു നോബിൾ മെറ്റൽ ആണ്. സ്വർണം എന്ന് പറയുന്നത് നോബിൾ മെറ്റൽ ആണ്. ഇതിന്റെ രാസ പ്രതീകം AU എന്നുള്ളതാണ്. അതായത് ഓറം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ AU ഉണ്ടായത്. ഇനി സ്വർണത്തെ കുറിച്ച് നമ്മളോട് ഓപ്ഷനുകളൊക്കെ തന്നിട്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാറുണ്ട്. അടിച്ച് പരത്താൻ കഴിയുന്നത്, അതുപോലെ വലിച്ചു നീട്ടി കമ്പികളാക്കാൻ കഴിയുന്ന ഒക്കെ ലോഹമാണ് ഏത്? സ്വർണം എന്ന് പറയുന്നത് അല്ലെ. ഇനി 100% ശുദ്ധമായിട്ടുള്ള സ്വർണത്തെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? 24 ക്യാരറ്റ് ആണ് 100% ശുദ്ധം. എന്നാൽ 22 ക്യാരറ്റ് സ്വർണ്ണുണ്ട്. അതെന്താ അതിന്റെ പ്രത്യേകത? അതായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഏറ്റവും ശുദ്ധമായിട്ടുള്ള സ്വർണത്തെ അത് വളരെ എന്താ പറയാ മൃദുവായിട്ടുള്ളതാണ്. അപ്പൊ അതിനെ കുറച്ച് കട്ടിയാക്കി ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോപ്പർ ചേർക്കും. അപ്പൊ അതെന്താവും? 22 ക്യാരറ്റ് ആവും. ഇനി അക്വാറീജിയ എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട് മക്കളെ. അക്വാറീജിയ എന്താണെന്നറിയാമോ ഇത്? അതായത് നൈട്രിക് ആസിഡ്, കാരണം നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അനുപാതത്തിൽ, നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അനുപാതത്തിൽ യോജിപ്പിക്കുമ്പോഴാണ് അക്വാറീജിയ എന്ന് പറയുന്ന ദ്രാവകം ഉണ്ടാവുന്നത്. ഈ ദ്രാവകം സ്വർണം അലിയുന്ന ദ്രാവകമാണ്. ഇതിനെ രാജകീയ ദ്രാവകം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷനെ കുറിച്ചിട്ട് അല്ലെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ ആയിട്ടുള്ള ഓപ്ഷനെ കുറിച്ച് അത്യാവശ്യം ധാരണയായില്ലേ. ഇനി അടുത്ത ചോദ്യം എന്താ വെച്ചാ, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 എവിടെ നടന്നു? ബാംഗ്ലൂരിൽ നടന്നു. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ഡിജിറ്റൽ വാട്ടർ എന്നൊന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ ഡിജിറ്റൽ വാട്ടർ എന്നൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ നിങ്ങള്. ജലസംരക്ഷണം, അതിന്റെ വിതരണം, മലിനീകരണം ഉണ്ടാവാച്ച അത് നിയന്ത്രണം, അതിനൊക്കെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഡിജിറ്റൽ വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ ഇനി അങ്ങനെ ഒരു ചോദ്യം വരില്ല എന്ന് പറയാൻ പറ്റില്ല. അടുത്തത് 10ാം കേരള നിയമസഭ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. അപ്പൊ 10ാം കേരള നിയമസഭ തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന് 2026 ഏപ്രിൽ മാസം 9-ാം തീയതി, 2026 മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞ് UDFന് 102 സീറ്റും LDFന് 35 സീറ്റും BJPക്ക് 3 സീറ്റും കിട്ടി. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായത് PK കുഞ്ഞാലിക്കുട്ടിക്കാണ്. ഏറ്റവും കുറവ് ഭൂരിപക്ഷം ഉണ്ടായത് C രവീന്ദ്രനാഥിനാണ്. 11 വനിതാ MLA മാരുണ്ട്. 11 വനിതാ MLA മാരുണ്ട് അല്ലെ. അതിൽ ബിന്ദു കൃഷ്ണ, KA തുളസി തുടങ്ങിയവർ എന്താണ്? മന്ത്രിമാരാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ഓരോരുത്തരെയും കുറിച്ച്, അതായത് ഇപ്പോ PD സതീശൻ മുഖ്യമന്ത്രി, അദ്ദേഹം പൊതുഭരണം, നിയമം, തുറമുഖം, ധനകാര്യം അല്ലെ, ആഭ്യന്തരം, വിജിലൻസ് ചെന്നിത്തല, ആരോഗ്യം ദേവസ്വം K മുരളീധരൻ, വൈദ്യുതി സണ്ണി ജോസഫ്, ഉന്നത വിദ്യാഭ്യാസം റോജി M ജോണ്, സാധാരണ പൊതുവിദ്യാഭ്യാസം M ഷംസുദ്ദീൻ. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ടീച്ചർ എന്താണ് നിയമസഭയില് നമ്മുടെ മന്ത്രിമാരുടെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കണ്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതില് സ്പീക്കർ ആരാണെന്നും കൂടി ഒന്ന് ഓർത്തു വെച്ചോളോ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ വന്നത് ഒരു ലേഡിയാണ്, ഷാനിമോൾ ഉസ്മാനാണ്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അടുത്ത ചോദ്യം എന്താണ്? 2ാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? 2ാം ബുദ്ധൻ എന്ന വിശേഷണമുള്ളത് ശ്രീനാരായണ ഗുരു ആണ്. ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G ശങ്കരക്കുറുപ്പാണ്.
കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. 1856 ഓഗസ്റ്റ് മാസം 20 ചെമ്പഴന്തി ഗ്രാമത്തിൽ അല്ലെ അദ്ദേഹം ജനിച്ചു. 1928 സെപ്റ്റംബർ മാസം 20 അദ്ദേഹത്തിന്റെ സമാധി. ജനനവും മരണവും അവധി ദിവസമായിട്ടുള്ള നവോത്ഥാന നായകൻ. ഇദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു വർഷം 1903 ഇദ്ദേഹം SNDP ആരംഭിച്ചതും 1888 അദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതുമാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, ശ്രീലങ്കൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയും? ശ്രീനാരായണ ഗുരുവിന്റെ പേര് പറയും. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്പോർട്സ് മ്യൂസിയം എവിടെയാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കത്തയിലാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഗ്ലൗസ്, സുനിൽ ഗവാസ്കറിന്റെ ബാറ്റ്, അങ്ങനെയുള്ള അപൂർവം ശേഖരങ്ങളൊക്കെ കാണപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയമാണ് കൊൽക്കത്തയിലെ. അടുത്തത്, തൃശൂർ നഗരത്തിന്റെ ശില്പി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ശ്രീ രാമവർമ്മ ശക്തൻ തമ്പുരാൻ. അദ്ദേഹമാണ് തൃശൂർ നഗരത്തിന്റെ ശില്പി. അദ്ദേഹം കൊച്ചി രാജവംശത്തിലുള്ള ആളാണ്. 1797 തൃശൂർ പൂരമൊക്കെ അദ്ദേഹം ആരംഭിച്ചു. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആറാട്ടുപുഴ പൂരം ഉണ്ട്. അതിന് പോകാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ആരംഭിച്ചതാന്നാ പറയണേ കേട്ടോ. ഇനി അടുത്തത്, ശക്തൻ തമ്പുരാനെ കുറിച്ച് ഇത്രയും ഒന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ അടുത്തത് എന്താണ്? ഇപ്പൊ നമ്മുടെ തേക്കിൻകാട് മൈതാനൊക്കെ ഇന്നത്തെ രീതിയിലേക്ക് ഉയർത്തിയത് അദ്ദേഹമാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നമ്മൾ മാർത്താണ്ഡവർമ്മ വേറൊരു വളരെ പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നു അല്ലെ. 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കുളച്ചൽ യുദ്ധം നടന്നു അല്ലെ. അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ഇദ്ദേഹമാണ്. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചതൊക്കെ ഇദ്ദേഹമാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് പ്രാചീന മലയാളം എന്ന് പറയുന്ന കൃതിയാണ്. അത് ചട്ടമ്പി സ്വാമികളുടെയാണ് എന്ന് മനസ്സിലാക്കാം. വേദാധികാര നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, നിജാനന്ദ വിലാസം, അങ്ങനെ ധാരാളം കൃതികൾ ആരുടെ ഉണ്ട്? നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ ഉണ്ട്. അതിലെ തന്നെ ഏറ്റവും വലിയ കൃതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാചീന മലയാളം എന്നാണ് പറയാ. ഇദ്ദേഹം ജനിച്ചത് 1853 ഓഗസ്റ്റ് മാസം 23 കണ്ണമ്മൂല എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊല്ലം ജില്ലയിലെ പന്മന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ സമാധി. ശ്രീ ഭട്ടാരകൻ, ബാലഭട്ടാരകൻ എന്നിങ്ങനെയൊക്കെയുള്ള പേരുകളിലും ആരറിയപ്പെട്ടിരുന്നു? ചട്ടമ്പി സ്വാമി അറിയപ്പെട്ടിരുന്നു എന്ന് ഓർത്തു കേട്ടോ. അടുത്തത്, നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഒഡീഷ സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്. അവര് ഈ ഒരു രാഷ്ട്രപതി സ്ഥാനത്ത് എത്തണേക്കാൾ മുന്നേ ജാർഖണ്ഡ് ഗവർണർ പദവിയിൽ ഇരുന്ന ലേഡിയാണ്. ഒരു സ്റ്റേറ്റിന്റെ ഗവർണർ പദവിയിൽ എത്തുന്ന ആദ്യത്തെ ഗോത്ര വനിത കൂടിയാണ് രാഷ്ട്രപതി നമ്മുടെ ദ്രൗപദി മുർമു. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയൊക്കെ ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഇനി 2025 ഓടക്കുഴൽ അവാർഡ് ആർക്കാ കിട്ടിയേ? EP രാജഗോപാലിനാ കിട്ടിയേ. 2024 K അരവിന്ദാക്ഷനാണ് കിട്ടിയത്. ചോദിക്കാം, ചിലപ്പോ അടുത്ത പ്രാവശ്യം ചോദിക്കുന്നത് 2024 ചോദ്യമാണെങ്കിലോ. ഇനി ഈ ഓടക്കുഴൽ അവാർഡിന് ഇദ്ദേഹത്തിന് ഉൾക്കഥ എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത് എന്ന് ഓർക്കാം. ആദ്യമായിട്ട് ഓടക്കുഴൽ അവാർഡ് നേടിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പും ആദ്യം നേടിയ വനിത ലളിതാംബിക അന്തർജനവുമാണ്. ക്ലിയർ ആയില്ലോ? ഇതുപോലെ നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പറും പഠിക്കണം. അതായത് നമ്മൾ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറും പഠിക്കണം, ഈ ക്വസ്റ്റ്യൻ പേപ്പറും മുഴുവനായിട്ട് പഠിക്കണം. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ ഇതുകൊണ്ടുണ്ടാവണ ഗുണം എന്താണ്? നിങ്ങൾക്ക് ഇത്രയും അനുബന്ധ ചോദ്യങ്ങൾ കിട്ടി. അപ്പൊ നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റിലെ മാർക്ക് 70, കട്ട് ഓഫ് 75 ആയിരുന്നു ടീച്ചറെ പ്രിലിംസിന്റെ എന്നൊക്കെ കുട്ടികൾ ചോദിക്കേണ്ടായി എന്നോട്. ഇപ്പൊ നമ്മൾ 60-ന് 70-ന് ഇടയ്ക്കുള്ള ഒരു കട്ട് ഓഫ് ആണല്ലോ പറഞ്ഞേക്കണേ. അപ്പൊ അതിന്റെ കാരണമുണ്ട് മകളെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ
നല്ല എളുപ്പമായിരുന്നു. ഇപ്രാവശ്യത്തെ പരീക്ഷ കമ്പാരിറ്റീവ്ലി ആ പരീക്ഷകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി ടഫ് ആയിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതാണ് സാധ്യത. എന്റെ ആഗ്രഹം നിങ്ങൾ എല്ലാവരും തന്നെ മെയിൻസ് എഴുതാൻ പറ്റുന്ന ക്വാളിഫിക്കേഷനുള്ള കുട്ടികളാവണമെന്നാണ്. അപ്പൊ ഇനി നമ്മൾ എന്തിനാണ് അത്, ഇനി അത് പോയി ഇപ്പൊ ചില കുട്ടികളൊക്കെ ടീച്ചർ എനിക്ക് 52 അല്ലെങ്കിൽ 55 മാർക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട മക്കളെ, നമ്മുടെ മുമ്പിൽ ഇനി VFA ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ എഴുതും. അത് കഴിഞ്ഞാൽ LDC ഉണ്ട്, നമ്മൾ അത് നേടും. ഇപ്പൊ നമ്മൾ നന്നായി പഠിച്ചിരിക്കല്ലേ, ഇനി നിങ്ങൾ നിർത്തരുത്, ഇത് എന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാ. ഇനിയിപ്പോ എനിക്ക് കുട്ടികളെ കിട്ടാനാണ്, എന്റെ വ്യൂസ് കൂടാനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ എന്റെ ചാനൽ കാണണ്ട, ആരുടെ അഞ്ച ചാനൽ കണ്ടോളോ. അങ്ങനെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നാലാണ്, അതായത് ഇപ്പോ ഇത്രയും 70, 80, 85 മാർക്ക് നേടി എന്ന് പറയുന്ന കുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ അവർ പഠിച്ച് നേടിയ മാർക്കുകളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ അത്രയും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പഠനത്തിൽ നിന്ന് അവർക്ക് നേടിയിട്ടുള്ള മാർക്കാണ്. അപ്പൊ അതേ രീതിയിൽ നമ്മളും പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ടീച്ചർക്ക് പറയാനുള്ളത്. അപ്പൊ അടുത്ത ദിവസം ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം കേട്ടോ.